ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻ ആൻഡ് കാണ്ട്. ഇവ ഒരു സെന്റൻസിൽ കടന്നു വരുന്നതിനെ കുറിച്ചാണ്. ക്യാൻ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു എബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ്. കാണ്ട് യൂസ് ചെയ്യുന്നത് കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ക്യാനും കാണ്ടും നമുക്ക് ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് അതുപോലെ ഏതെങ്കിലും ഒരു നെയിമിന്റെ ഒക്കെ കൂടെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ക്യാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില സെന്റൻസുകൾ നോക്കാം. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. ഷീ ക്യാൻ റൈറ്റ്, അവൾക്ക് എഴുതാൻ കഴിയും. ഹി ക്യാൻ റീഡ്, അവന് വായിക്കാൻ കഴിയും. ദേ ക്യാൻ ഹെൽപ്പ് യു, അവർക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. വി ക്യാൻ കുക്ക്, ഞങ്ങൾക്ക് പാചകം ചെയ്യാൻ കഴിയും. യു ക്യാൻ റൺ, നിനക്ക് ഓടാൻ കഴിയും. ദിയ ക്യാൻ സിംഗ്, ദിയയ്ക്ക് പാടാൻ കഴിയും. ഇനി കാണ്ട് വെച്ചുകൊണ്ടുള്ള ചില സെന്റൻസുകൾ നോക്കാം. ഐ കാൺട് സ്വിം, എനിക്ക് നീന്താൻ കഴിയില്ല. ഷീ കാൺട് റൈറ്റ്, അവൾക്ക് എഴുതാൻ കഴിയില്ല. ഹി കാൺട് റീഡ്, അവന് വായിക്കാൻ കഴിയില്ല. ദേ കാൺട് ഹെൽപ്പ് യു, അവർക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. വി കാൺട് കുക്ക്, ഞങ്ങൾക്ക് പാചകം ചെയ്യാൻ കഴിയില്ല. യു കാൺട് റൺ, നിനക്ക് ഓടാൻ കഴിയില്ല. ദിയ കാൺട് സിംഗ്, ദിയയ്ക്ക് പാടാൻ കഴിയില്ല. ഞാൻ വായിക്കുകയാണ്. ഐ ആം റീഡിംഗ്. നെക്സ്റ്റ് വൺ, അവൾ അത്താഴം പാചകം ചെയ്യുകയാണ്. ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ. അടുത്തത്, അവൻ ഫുട്ബോൾ കളിക്കുകയാണ്. ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ. നെക്സ്റ്റ് വൺ, അവർ ഒരു സിനിമ കാണുകയാണ്. ദേ ആർ വാച്ചിങ് എ മൂവി. അടുത്തത്, ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുകയാണ്. വി ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്. നെക്സ്റ്റ് വൺ, ഞാൻ എന്റെ പരീക്ഷകൾക്കായി പഠിക്കുകയാണ്. ഐ ആം സ്റ്റഡിയിങ് ഫോർ മൈ എക്സാംസ്. അവൾ ഉറങ്ങുകയാണ്. ഷീ ഈസ് സ്ലീപ്പിംഗ്. അവൻ ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഹി ഈസ് ഡ്രോയിങ് എ പിക്ചർ. ഞാൻ ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഐ ആം ഡ്രോയിങ് എ പിക്ചർ. ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഞാൻ ഒരു കത്ത് എഴുതുകയാണ്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. അവൾ അവളുടെ മുറി വൃത്തിയാക്കുകയാണ്. ഷീ ഈസ് ക്ലീനിങ് ഹെർ റൂം. അവൻ അവന്റെ കാർ കഴുകുകയാണ്. ഹി ഈസ് വാഷിംഗ് ഹിസ് കാർ. അവർ നീന്തുകയാണ്. ദേ ആർ സ്വിമ്മിങ്. ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമം സന്ദർശിക്കുകയാണ്. വി ആർ വിസിറ്റിംഗ് അവർ വില്ലേജ്. ഞാൻ ഒരു പുതിയ ഭാഷ പഠിക്കുകയാണ്. ഐ ആം ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ്. അവൾ ഓടുകയാണ്. ഷീ ഈസ് റണ്ണിംഗ്. അവൻ പത്രം വായിക്കുകയാണ്. ഹി ഈസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ. അവർ ആസ്വദിക്കുകയാണ്. ദേ ആർ എൻജോയിങ്. ഞങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണ്. വി ആർ പ്ലാനിങ് എ ട്രിപ്പ്. ഇനി ഭാവിയിൽ ചില കാര്യങ്ങൾ ചെയ്യില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? അത്തരത്തിലുള്ള ചില സെന്റൻസുകൾക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഐ വോണ്ട് ഗോ ടു ഓഫീസ് ടുഡേ, ഞാൻ ഇന്ന് ഓഫീസിൽ പോകില്ല. ഐ വോണ്ട് ഡ്രിങ്ക് ടീ ടുഡേ, ഞാൻ ഇന്ന് ചായ കുടിക്കില്ല. ഐ വോണ്ട് സ്റ്റഡി ടുഡേ, ഞാൻ ഇന്ന് പഠിക്കില്ല. ഐ വോണ്ട് ഹെൽപ്പ് ഹിം, ഞാൻ അവനെ സഹായിക്കില്ല. ബാബു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ മീറ്റിംഗിൽ പങ്കെടുക്കില്ല. അതെങ്ങനെയാ പറയാ? ബാബു വോണ്ട് അറ്റൻഡ് ദ മീറ്റ്. അടുത്തത്, സോനു ഈ പുസ്തകം വായിക്കും. സോനു വിൽ റീഡ് ദിസ് ബുക്ക്. സോനു വിൽ റീഡ് ദിസ് ബുക്ക്. നെക്സ്റ്റ് വൺ, ഞാൻ അവനെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് ഹിം. ഐ വിൽ ഹെൽപ്പ് ഹിം. അടുത്തത്, ബാബു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ബാബു വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. ബാബു വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. അടുത്തത്, അവൾ നിന്നെ സഹായിക്കും. ഷീ വിൽ ഹെൽപ്പ് യു. ഷീ വിൽ ഹെൽപ്പ് യു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നെ സഹായിക്കും. അതെങ്ങനെയാ പറയാ? വി വിൽ ഹെൽപ്പ് യു. വി വിൽ ഹെൽപ്പ് യു. അടുത്തത്, അവർ എന്നെ സഹായിക്കും. ദേ വിൽ ഹെൽപ്പ് മീ. ദേ വിൽ ഹെൽപ്പ് മീ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ്. നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ പോയി നോക്കാം. ഞാൻ നാളെ പോകും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഐ വിൽ ഗോ ടുമോറോ. ഐ വിൽ ഗോ ടുമോറോ. മറ്റൊരു ഉദാഹരണം നോക്കാം. അവൻ അടുത്ത ആഴ്ച ദുബായിൽ പോകും. ഹി വിൽ ഗോ ടു ദുബായ് നെക്സ്റ്റ് വീക്ക്. ഹി വിൽ ഗോ ടു ദുബായ് നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വൺ, ഞാൻ ഇന്ന് വൈകുന്നേരം ചായ കുടിക്കും. ഐ വിൽ ഡ്രിങ്ക് ടീ ദിസ് ഈവനിങ്. ഐ വിൽ ഡ്രിങ്ക് ടീ ദിസ് ഈവനിങ്. അവൾ നിന്നെ സഹായിക്കില്ല. ഷീ വോണ്ട് ഹെൽപ്പ് യു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നെ സഹായിക്കില്ല എന്ന് എങ്ങനെ പറയാം? വി വോണ്ട് ഹെൽപ്പ് യു. വി വോണ്ട് ഹെൽപ്പ് യു. നെക്സ്റ്റ്, അവർ എന്നെ സഹായിക്കില്ല. അതെങ്ങനെ പറയാം? ദേ വോണ്ട് ഹെൽപ്പ് മീ. ദേ വോണ്ട് ഹെൽപ്പ് മീ. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.